لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في القرآن المجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശ പരമ്പരയെയും അവിടുത്തെ പേരുകളും അവിടുത്തെ ജനനത്തിന്റെ പ്രത്യേകതയും എല്ലാം നമ്മൾ സംസാരിച്ചു. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വഹാബികൾ അതുപോലെ തന്നെ പ്രവാചകനെ കുറിച്ച് അറിഞ്ഞ പ്രവാചകന്റെ വിശേഷണങ്ങളെ, പ്രവാചകന്റെ ശാരീരിക പ്രത്യേകതകളെ രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു വാക്കുണ്ട്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖൽഖൻ വഖുലുഖൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും മനോഹരമായ ശരീരപ്രകൃതിയുള്ളവരാണ്. അതുപോലെ ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണമുള്ളവരാണ്. ഖൽഖൻ വഖുലുഖൻ, രണ്ടിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരാളില്ല എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ ശരീരത്തെ, അവിടുത്തെ നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ അത് കണ്ട സ്വഹാബികൾ നമ്മളോട് വിശദീകരിച്ചു തരുന്നത് كان النبي صلى الله عليه وسلم ليس بالطويل البائن ولا بالقصير ولا بالأبيض الأمهد ولا بالآدم ولا بالجعد القطط ولا بالسبت. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ലൈസ ബിത്വീലിൽ ബാഇൻ വലാ ബിൽ ഖസീം. അവിടുന്ന് വലിയ നീളമുള്ള ആളായിരുന്നില്ല, അവിടുന്ന് നന്നേ ചെറിയ ആളുമായിരുന്നില്ല. കണ്ടാൽ ഒരൊറ്റയാളാണ്, ഒരൊറ്റ പുരുഷൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. അവിടുത്തെ ശരീരത്തിന്റെ നിറം അതെങ്ങനെയായിരുന്നു എന്ന് സഹാബികൾ പറയുന്നു. വലാ ബിൽ അബ്യദിൽ അംഹഖ് വലാ ബിൽ അദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിളറി വെളുത്ത ഒരാളായിരുന്നില്ല, കറുത്ത നിറമുള്ള തവിട്ട് നിറമുള്ള ആളുമായിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാൽ തന്നെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടി, ആ തലമുടിയെ വിശദീകരിക്കുന്നത് വലാ ബിൽ ജഅദിൽ ഖത്ത് വലാ ബിസ്സബ്ത് എന്നാണ്. അവിടുന്ന് അമിതമായി ചുരുണ്ടതോ പാടെ നിവർന്നതോ ആയിരുന്നില്ല. കുലകൾ പോലെ തോന്നാവുന്ന തരത്തിൽ നല്ല സുന്ദരമായ മുടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നാണ്. ഞാനതിന്റെ ഭാഗം വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് പറയേണ്ടത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്ന ഒരാൾ നബിതങ്ങളെ ഇങ്ങനെ നോക്കിപ്പോയാൽ അയാൾക്ക് അനുഭവപ്പെടുന്ന പ്രവാചകൻ ആരാണെന്നറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരിക്കൽ ഒരു രാത്രിയാണ്, ആകാശത്ത് പൂർണ്ണ നിലാവുള്ള നിലാവലകൾ ഭൂമിയിലേക്ക് ഇങ്ങനെ പൊഴിച്ചു നിൽക്കുന്ന സുന്ദരമായൊരു രാത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ചുവന്ന വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. നബിതങ്ങളെ കണ്ട ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൽ ഇൽഹിയാൻ ഫജഅൽതു അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലൽ ഖമർ വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ ഫഇദാ ഹുവ ഇൻദി അഹ്സനു മിനൽ ഖമർ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പ്രവാചകന്റെ മുഖകമലം കണ്ട് ഞാൻ ആകാശത്തെ ചന്ദ്രബിംബത്തെ നോക്കി, നബിതങ്ങളുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അദ്ദേഹം പറയാണ്, വല്ലാഹി ഞാൻ പറയാം, ഫഇദാ ഹുവ ഇൻദി അഹ്സനു മിനൽ ഖമർ. എനിക്ക് റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ ചന്ദ്രബിംബത്തെക്കാളും സൗന്ദര്യം റസൂലുള്ളാഹിക്കാണെന്ന് തോന്നിപ്പോയി. ചന്ദ്രബിംബത്തെക്കാളും സുന്ദരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖകമലം എന്ന് ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിക്കുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ വായിക്കുമ്പോഴാണ് നബിതങ്ങൾ അങ്ങനെ കാണുന്നത് പോലെ നമുക്ക് തോന്നാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനേക്കാൾ ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. സാധാരണ നമ്മളൊക്കെ പറയാറുള്ളത് ഏറ്റവും നല്ല ഭംഗിയുള്ളത്, ഞാൻ ആദ്യത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ യൂസുഫ് നബിക്കാണെന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അബൂ ഹുറൈറ പറയാണ്, കഅന്ന ശംസ തജ്രി ഫി വജ്ഹിഹി. നബിതങ്ങളുടെ മുഖകമലത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെയാണ് തോന്നുക. നല്ല പ്രകാശിതമായി നിൽക്കുന്ന പ്രവാചകനെ കാണുമ്പോൾ സൂര്യൻ പ്രവാചകന്റെ മുഖത്തുകൂടി സഞ്ചരിക്കുന്നു എന്ന് തോന്നിപ്പോകും. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം അദ്ദേഹം പറയുന്നുണ്ട്, വമാ റഅയ്തു അഹദൻ അസ്റഅ ഫീ മശീഹി മിൻ റസൂലില്ലാഹ് കഅന്നമൽ അർളു തുത്വലഹു ഇന്നാ ലനുജ്ഹിദു അൻഫുസനാ വഇന്നഹു ലഗൈറു മുഖ്തരിഫിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നാൽ അവിടുന്ന് പെട്ടെന്ന് നടക്കും. ഞങ്ങൾക്ക് തോന്നലുണ്ട് ഈ ഭൂമി നബിക്ക് വേണ്ടി ചുരുങ്ങി കൊടുക്കുന്നുണ്ടോന്ന്. ഭൂമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ചുരുളുകയാണോ എന്ന് തോന്നിപ്പോകും. ഞങ്ങൾ ഇങ്ങനെ പ്രവാചകന്റെ കൂടെ എത്താൻ വേണ്ടി നടന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭാവവ്യത്യാസമില്ലാതെ വിനയാന്യതനായി അവിടെ നിന്ന് ഇങ്ങനെ നടക്കുന്ന കാണാം. വേറൊരു സഹാബി വേറൊരാളും വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തത്തെ കുറിച്ച് പറഞ്ഞത്, അവിടുന്ന് ഇങ്ങനെ ഒരു മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ അല്പം ഇങ്ങനെ മുന്നോട്ടാഞ്ഞ് അവിടുത്തെ
മുൻകാലുകൾ ഇങ്ങനെ പതുക്കെ ചവിട്ടി ദൃഢമായി നടക്കുന്നത് കാണാം. ചിലപ്പോ തോന്നും നിബിതങ്ങൾ അങ്ങ് വീണുപോകുമോ എന്ന്. അത്രയും മൃദുലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം പ്രവാചകന്റെ സ്വഹാബിവര്യന്മാർ വിശദീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ട് അവർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. മാത്രമല്ല റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹാ അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. നബിതങ്ങളെ കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. നബിതങ്ങളെ സൗന്ദര്യത്തെ കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം മഹദി അവറുകൾ പറഞ്ഞത്, മോനെ, നീ അവിടുത്തെ കണ്ടിരുന്നെങ്കിൽ ഉദിച്ചുയർന്നു വരുന്ന സൂര്യബിംബത്തെ പോലെ നിനക്ക് തോന്നുമായിരുന്നു എന്നാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് പോലെ നിനക്ക് തോന്നുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ എന്നാണ്. ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കണില്ല കേട്ടോ, ഓരോന്നും പറയാം. നബി തങ്ങളുടെ നെറ്റിത്തടം എങ്ങനെയായിരുന്നു, അവിടുത്തെ പുരികങ്ങൾ എങ്ങനെയായിരുന്നു, പുരികങ്ങൾ വന്നു ചേരുന്ന സ്ഥലം എങ്ങനെയായിരുന്നു, അവിടുത്തെയുടെ മൂക്കെങ്ങനെയായിരുന്നു, അവിടുത്തെയുടെ വായ എങ്ങനെയായിരുന്നു, അവിടുത്തെയുടെ കഴുത്തെങ്ങനെയായിരുന്നു, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. അത്രയും ഭംഗിയായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ക്ലിയറായി രേഖപ്പെടുത്തപ്പെട്ട, അതും എത്ര 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തെടുക്കുന്ന സ്വഹാബികൾ കണ്ടവർ, നബിതങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് പോലും നബിതങ്ങളെ കണ്ട ആളുകൾ പറഞ്ഞത് അവിടുത്തെയുടെ താടിയിലും തലയിലുമായി 20 രോമങ്ങളിലധികം നരച്ചിരുന്നില്ല. അത്ര ഡീറ്റെയിൽ ആണ്, അത്ര കൃത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരം. എല്ലാം വളരെ കൃത്യം. ഞാൻ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊരു കാര്യം പറയട്ടെ. ഇത്രയും ഡീറ്റെയിൽ ആയി പ്രവാചകന്റെ ശരീരത്തെ സ്വഹാബികൾ ഒപ്പിയെടുത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെയുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ ഒപ്പിയെടുക്കാതിരിക്കുമോ? അവിടുത്തെ നിസ്കാരം, അവിടുത്തെ നോമ്പ്, അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും എന്ത് പറ്റി ഈ സമുദായത്തിന്? ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് മകളെ കല്യാണം കഴിക്കാമെന്നാണ് ഇസ്ലാമിന്റെ വാദം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജാരസന്തതിയായി പിറന്ന ഒരു പെൺകുട്ടിയെ അയാൾക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാമെന്നാണ് ഇസ്ലാം പറയുന്നത് എന്നാണ്. ചർച്ചയും കാര്യങ്ങളും നടക്കും, ഞാൻ അതിലേക്ക് പോകല്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മതം ഇസ്ലാം. ആ ഇസ്ലാമിൽ ആ മകൾ നിഷിദ്ധമാണ്. അത് ഏത് രൂപത്തിലുണ്ടായാലും ശരി. ശാഫിഈ മദ്ഹബിൽ ഒരു നിയമമുണ്ട്. ഷാഫിഈ മദ്ഹബിലെ നിയമത്തിൽ അതിൽ കുറേയധികം പണ്ഡിതന്മാർ ഏകോപിച്ചു വെച്ചിരിക്കുന്നത്, ഒരാൾക്ക് ജാരസന്തതിയായ ഒരു കുട്ടി പറഞ്ഞാൽ ആ കുട്ടിയെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് വിവാഹം കഴിക്കാം, തരക്കേടില്ല എന്നാണ്. അത് ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. അതെടുത്തു പിടിച്ചിട്ടാണ് ചില ആളുകൾ, യമു എന്ന് വിളിക്കപ്പെടുന്ന ചില ആളുകൾ, യമുക്കൽ, അതുപോലെ ചില ഇസ്ലാം വിമർശകർ, അവരൊക്കെ എടുത്തു ധരിക്കുന്ന അങ്ങനെയാണ്. അവിടെയാണ് ഞാൻ വാചകം പറയുന്നത്. പ്രവാചക ജീവിതത്തെ ഡീറ്റെയിൽ ആയി രേഖപ്പെടുത്തിയ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ, അനുചരന്മാർ വളരെ ഭംഗിയായി അവിടുത്തെ ശരീരത്തെ വർണ്ണിക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളെയും അവിടുത്തെ നിർദ്ദേശങ്ങളെയും അവിടുത്തെ ഉപദേശങ്ങളെയും അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിത ചർച്ചകളിലേക്ക് കടന്നുപോയി ഇസ്ലാമിനെ മനസ്സിലാക്കരുത്, ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് അതിന്റെ പ്രമാണങ്ങളിലൂടെ ആയിരിക്കണം എന്ന്. ഇസ്ലാമിനെ പഠിക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്, ഖുർആനിലൂടെയാണ്, പ്രവാചക ജീവിതത്തിലൂടെയാണ്. വളരെ ഭംഗിയായി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ, ശമായിലുകൾ വായിക്കുമ്പോൾ അത്ഭുതത്തോടെ നിന്നുപോകും നമ്മൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെയോട് സംസാരിച്ച ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് സലാം പറയുമ്പോൾ അവിടുത്തെ എക്സ്പ്രഷൻ എന്തായിരുന്നു? നമുക്ക് കാണാം. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, സല്ലംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യബ്റഖു വജ്ഹുഹു മിനസ് സുറൂർ. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ഞാൻ സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ അവിടുത്തെ മുഖം സന്തോഷം കൊണ്ടിങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു എന്നാണ്. നമ്മളും സലാം പറയലുണ്ട്, സലാം കേൾക്കലുണ്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് അവിടുത്തെ മുഖം അങ്ങനെ അത് ഇങ്ങനെ വായിച്ചെടുക്കാം ഒരാൾക്ക്. അതുപോലെ തന്നെയായിരുന്നു അവിടുന്ന് ദേഷ്യം വരുമ്പോഴും. ദേഷ്യം വന്നാലും മുഖത്ത് ഇങ്ങനെ കാണാം. ഒളിച്ചു വെക്കുന്ന പ്രകൃതി ആയിരുന്നില്ല പ്രവാചകന്. സന്തോഷം വന്നാൽ അതിങ്ങനെ മുഖത്ത് അലതല്ലുന്നത് കാണാം. ദേഷ്യം വന്നാലോ അവിടുത്തെ മുഖം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം ചുവന്നിങ്ങനെ തുടുക്കും.
അപ്പൊ റസൂലുള്ളാഹിന്റെ മുഖത്ത് ദേഷ്യം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചക പത്നി വായിച്ചെടുത്തത് എങ്ങനെയാണ്? വീട്ടിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ നബി തങ്ങൾ വീട്ടിലേക്ക് കയറാതെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നബി തങ്ങളുടെ മുഖം അവിടെ നിന്ന് ചുവക്കുന്നുണ്ട്, മനസ്സിലാകുന്നു ദേഷ്യം വന്നിട്ടുണ്ട് പ്രവാചകനോട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ നബി ഞങ്ങളോട് മാപ്പി ചോദിക്കാണ്, ഞാൻ അള്ളാഹിനോട് മാപ്പി ചോദിക്കാണ്. അത്തൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, ഞാൻ ക്ഷമ ചോദിക്കാൻ, മാപ്പി ചോദിക്കാൻ. എന്താ നബിയെ സംഭവിച്ചത്? ആരാണ് ഇവിടെ കൊണ്ടുവച്ചത്? ആരാണ് ഇവിടെ തൂക്കിയിട്ടത്? ചിത്രങ്ങളുള്ള ജീവികളുടെ ഒക്കെ ചിത്രങ്ങളുള്ള ഒരു വിരി അവിടെ ഇട്ടിരുന്നു. അത് കണ്ടിട്ടാണ് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വരുന്ന. അവിടുത്തെ വ്യക്തിത്വത്തെ ആരെങ്കിലും കുത്തിയാൽ നബിക്ക് ദേഷ്യം വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവിടുന്ന് ദേഷ്യം വരൂല. അവരോട് കോപിക്കില്ല, അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല, വാക്കുകൊണ്ട് തിരിച്ചടിക്കില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുന്ന ഘട്ടം ഇസ്ലാമിക വിഷയങ്ങൾ എവിടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്തി അപ്പ ദേഷ്യം വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ ദേഷ്യത്തോടെ, കാരണം എന്താ? അത് അള്ളാഹുവിന്റെ മതമാണ്. അവിടെ ദേഷ്യം ഉണ്ടാവണം, നമുക്കില്ലാത്തതാണ്. നമ്മൾ വ്യക്തിത്വത്തിന് വേണ്ടി, നമ്മുടെ വ്യക്തികാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടും, പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. മതമാണോ? നമുക്കൊരു കുഴപ്പമില്ല, അത് അല്ലാന്റെ അല്ല, അതങ്ങനെ പൊയ്ക്കോളും, നമുക്ക് കുഴപ്പമില്ല. ഞാൻ ഒരു സംഭവം പറയട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പ്രവാചകന്റെ വളർത്തുപുത്രന്റെ മകൻ, നബിതങ്ങളുടെ പേരക്കുട്ടികളോടൊപ്പം ആ വീട്ടിൽ വളർന്നയാളാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ ഉസാമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയെ കണ്ട ഭയങ്കര സന്തോഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികളെ പോലെ തന്നെയാണ് ഉസാമയെയും കാണുന്നു. അത്രയും ബന്ധാണ് നബി തങ്ങളുമായിട്ട്. നബി തങ്ങളോട് എന്തും ചെന്ന് സംസാരിക്കാൻ കഴിയുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം കടന്നു വന്ന് പ്രവാചകന്റെ മുന്നിൽ സന്തോഷം കൊണ്ട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ തിളങ്ങുകയാണ്. ആ സമയത്ത് ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി എനിക്കൊരു കാര്യങ്ങളോട് പറയാനുണ്ട്. എന്തേന്ന് ചോദിച്ചു. നബിയെ, മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷണം നടത്തിയതിന്റെ പേരിൽ അവളുടെ കൈ മുറിക്കാൻ വേണ്ടി അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അത് ആ കുടുംബത്തിന് അപമാനമാണ്, നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ടീമാണ്. അപ്പൊ അവർക്ക് ഒരു വിഷമം ഉണ്ടാവില്ല നബിയെ, അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു ഇളവ് വരുത്താൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. അത് കേട്ട മാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ അതുവരെ ഉസാമ എന്ന തന്റെ പേരക്കുട്ടിയുടെ സ്ഥാനത്തുള്ള തന്റെ വളർത്തുപുത്രന്റെ മകനോട് കാണിച്ച ആ സന്തോഷം അവിടുത്തെ മുഖത്തുനിന്ന് മാറുന്നു. നബി തങ്ങളുടെ മുഖത്ത് ചുവന്നു കൊടുക്കുന്നു. നബി തങ്ങളുടെ മുഖം നേരെ അവിടുന്ന് മിമ്പറിലേക്ക് പോയി കയറി. പള്ളിയിലെ ആളുകളെ വിളിച്ചിട്ട് എല്ലാവരും വന്നു. ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച നിയമത്തിൽ ഞാൻ മാറ്റം വരുത്തണോ? ചില റിപ്പോർട്ടുകളിൽ ഉസാമയോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഉസാമ, അള്ളാഹുവിന്റെ നിയമത്തിൽ മാറ്റം വരുത്താനുള്ള ശുപാർശയുമായിട്ടാണോ നീ എന്റെ അടുത്ത് വന്നത്? നീ കേട്ടോ? എന്നാൽ വല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ലൗ സരിഖത് ബിൻത് മുഹമ്മദ്, എന്റെ മകൾ ഫാത്തിമയുണ്ടല്ലോ, അവളാണ് മോഷണം നടത്തുന്നതെങ്കിൽ ലഖത്തഅതു യദഹാ, അവളുടെ കൈ ഞാൻ മുറിക്കനെയും. എന്നോട് ആ വിഷയത്തിൽ ശുപാർശയുമായി വരരുത് കേട്ടോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തിലൊക്കെ അത്രയും കടുത്ത നിലപാടുണ്ടായിരുന്നു പ്രവാചകന്. നമ്മളെ പോലെ റബ്ബർ വലിച്ച മാതിരിയല്ല, എന്തിനു നിന്നുകൊടുക്കണ സ്വഭാവമല്ല. അതേ സമയത്ത് അവിടുന്ന് സലാം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് തിളങ്ങുന്ന മുഖം. മാത്രമല്ല, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുറ ഇസ്തനാറ വജ്ഹുഹു ഹത്താ കഅന്നഹു ഖിത്അത്തു ഖമർ. അവിടുന്ന് സന്തോഷം വന്നാൽ ചന്ദ്രബിംബത്തിന്റെ പൊളി പോലെ നബി തങ്ങളുടെ മുഖം ഇങ്ങനെ തിളങ്ങുമായിരുന്നു എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. വഖാമ അന്നാസു ഫജഅലു യഖുദൂന യദൈഹി. നബി തങ്ങളെ കണ്ടപ്പോൾ ആളുകളൊക്കെ എഴുന്നേറ്റ് വന്നു. നബി തങ്ങളുടെ അടുത്ത് വന്ന് നബി തങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചു. എല്ലാവരും ഇങ്ങനെ കൈ, പ്രവാചകന്റെ കൈ ഇങ്ങനെ കൊടുക്കാം, മുസാഫത്ത് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്തു? ഫയംസഹൂന ബിഹാ വുജൂഹഹും. എന്നിട്ട് ആ കൈ അവരെന്ത് ചെയ്തു? അവരുടെ മുഖത്ത് ഇങ്ങനെ തുടച്ചു. അദ്ദേഹം പറയാണ്, ഫഅഖൽതു ബിയദിഹി, എന്നിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ കൈ പോയി പിടിച്ചു. ഫവളഅതുഹാ അലാ വജ്ഹി, എന്നിട്ട് ഞാൻ എന്റെ കൈ എന്റെ മുഖത്തേക്ക് ഞാൻ തുടച്ചു. ഫഇദാ ഹിയ അബ്റദു മിനൽ തൽജി വഅത്യബു റായിഹതൻ മിനൽ മിസ്ക്. അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടെന്താ അറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചപ്പോൾ അത് മഞ്ഞിനേക്കാൾ തണുത്തതും അവിടുത്തെ സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധവുമായിരുന്നു എന്ന് മഹാനായ സഹബി രേഖപ്പെടുത്തുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാതെ പോകാൻ പറ്റൂല.
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 9-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയ ആളാണ്. 9-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഉപ്പ മരിച്ചു. ഉമ്മ ആ 9 വയസ്സുള്ള കുട്ടിയെ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, നബിയേ, ഇതാ ഉനൈസ്, കുഞ്ഞനസ് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങളെ കൂടെ നിർത്തിക്കോളൂ നബിയെ. അന്ന് റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയതാണ്. നബി തങ്ങൾ വഫാത്താകുന്നത് വരെയും പ്രവാചകന്റെ കൂടെ ഒരു നിഴലായി ഉണ്ടായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അവിടുന്ന് വഫാത്തായപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പരമ്പരയുടെ അവസാന ഭാഗത്ത് പ്രവാചകന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് ചർച്ച വരും ഇൻഷാ അല്ലാഹ്. നബി തങ്ങളുടെ വഫാത്തിന്റെ ദിവസം ഒരു കുഞ്ഞു കുട്ടിയെ പോലെ പൊട്ടിക്കരയുന്ന അനസ് നമുക്ക് കാണാൻ കഴിയും. പൊട്ടിക്കരയുന്ന അനസ് ആർക്കും സമാധാനിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ, കാരണം അത്രയും മുഴുകിച്ചേർന്ന ഒരു ജീവിതമായിരുന്നു പ്രവാചകനോടൊപ്പം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, മാ ശമിംതു അംബറൻ ഖത്തു വലാ മിസ്ക വലാ ശൈഅൻ അത്യബ മിൻ റീഹി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ സുഗന്ധത്തെക്കാൾ ഒരു കസ്തൂരിയും ഒരു അംബറും ഞാൻ ശ്വസിച്ചിട്ടില്ല. നബി തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ സുഗന്ധം അത് അംബറാണോ മിസ്കാണോ, അംബറാണോ കസ്തൂരിയാണോ? അല്ലല്ല, അതിനേക്കാളൊക്കെ പുറം, അതിനേക്ക് എന്താണെന്ന് പറയാൻ കഴിയാത്ത അത്ര സുഗന്ധമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അവിടുത്തെ കൈയെക്കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വമാ വലാ മസിസ്തു ശൈഅൻ ഖത്തു ദീബാജൻ വലാ ഹരീറൻ അൽയന മസ്സം മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ പിടിച്ചാൽ, നബി തങ്ങളുടെ കഫ് ഇങ്ങനെ തൊട്ടാൽ, ആ കൈ ലോകത്ത് കിട്ടാവുന്ന ഏത് പട്ടിനേക്കാളും മൃദുലമാണ് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫിനെ കുറിച്ചാണ്, അവിടുത്തെ കൈയെക്കുറിച്ചാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. ഇനിയും കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകനെ കണ്ടാൽ പ്രകാശിതമായിരുന്നു, പ്രകാശമാണ് പ്രവാചകൻ എന്ന് തോന്നിപ്പോകുമെന്നാണ്. അവിടുന്നാണ് സമൂഹത്തിൽ മറ്റൊരു വിശ്വാസം കടന്നു വന്നത്. ഇനി ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളണം. ഈ പറഞ്ഞതെല്ലാം സ്വഹാബികൾ പ്രവാചകനെ കാണുമ്പോൾ അവിടുത്തെ മുഖകമലത്തെയും അവിടുത്തെ ശരീരത്തിന്റെ ഭാഗങ്ങളെയും സ്വഹാബികൾ നമുക്ക് വിവരിച്ചു തരികയാണ്. അപ്പൊ പ്രവാചകന്റെ മുഖത്തിന്റെ പ്രകാശം, അവിടുത്തെ കൈകൾ വസ്ത്രം ഇട്ടിട്ടില്ലെങ്കിൽ ആ കൈയൊക്കെ പ്രകാശിക്കുന്നത് പോലെ തോന്നുമെന്നാണ്. അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു പ്രവാചകൻ എന്നാണ്. അവിടെ നിന്നാണ് ഈ ഒരു നബിപ്രകാശത്തിന്റെ കഥ വരുന്നത്. നബിപ്രകാശത്തിന്റെ ഒരു കഥ വരുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലൊക്കെ. അതിങ്ങനെ വ്യാപകമായി പ്രചരിച്ചതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? പ്രകാശം. അതുകൊണ്ട് നബി തങ്ങൾക്ക് നിഴലില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ ചില പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തിയെന്തായിരുന്നു, നബിക്ക് നേലുണ്ടോ നേലില്ലേ എന്നാണ്. അപ്പൊ നേലുണ്ട് എന്നൊരു കൂട്ടർ, ആ നേല് തന്നെ വല്ലപ്പോഴമേ ഉണ്ടാകുള്ളൂ എന്ന് പറയാം. ചില കൂട്ടർ തീരെ നേലില്ല എന്ന് പറയാം. എന്തുകൊണ്ട് നേലില്ല? നേലില്ലാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്ത് അത് പ്രകാശമാണ് എന്നതുകൊണ്ടാണ്. പ്രകാശമാണ് എന്നതാണ്. അപ്പൊ പ്രകാശത്തിന് നേലുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പ്രകാശത്തിന്റെ ഒരു കഥയുണ്ടാക്കി. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണത്. പക്ഷെ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതൊരു ശരി പ്രകാശം തന്നെയായിരുന്നു. ആ പ്രകാശം പ്രവാചകന്റെ എവിടെ നിന്നു? അപ്പൊ അന്വേഷണം വന്നു, എങ്ങനെയാണ് അത് പ്രകാശത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യുക, എങ്ങനെ വിശദീകരിക്കാം. അപ്പൊ ചർച്ച വന്നു, എങ്ങനെ അള്ളാഹുവിന്റെ പ്രകാശം, അള്ളാഹു പ്രകാശമാണല്ലോ. അള്ളാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിശ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء എന്ന് ഖുർആൻ സൂറത്ത് നൂറിൽ പറഞ്ഞ അള്ളാഹുവിന്റെ പ്രകാശം ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് മറ്റൊരു പ്രകാശമായി ഉണ്ടായതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ അള്ളാന്റെ കൂടെ ഇല്ലേ? ഉണ്ട്, അള്ളാന്റെ പ്രകാശം തന്നെയാണ്. പിന്നെ ആ പ്രകാശം എങ്ങനെ വന്നു? ആ പ്രകാശം ആദമിന്റെ മുതുകിലേക്ക് കൊടുത്തു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ മാറി 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 വന്നു. അങ്ങനെ അത് അബ്ദുൽ മുത്തലിബിൽ നിന്ന് അബ്ദുള്ളയിലേക്ക് എത്തി. അബ്ദുള്ളയിൽ നിന്ന് അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറി. അപ്പൊ നബി തങ്ങൾ പ്രകാശമാണ്. അങ്ങനത്തെ ഒരു കഥയുണ്ടാക്കിയെടുത്തു. യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവും അതിനില്ല.
ഇസ്ലാമോ അതിന് യാതൊരു ബന്ധവുമില്ല. ആ പ്രകാശ കഥ പിൽക്കാലത്തുണ്ടാക്കിയത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ശീഇകളും സൂഫികളും അങ്ങനെ തുടങ്ങുന്ന ആളുകൾ ഉണ്ടാക്കിയെടുത്തൊരാശയം മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല സുന്ദരനാണ് എന്ന് പറഞ്ഞാൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു കവിത ഉണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വായിക്കണം, നമ്മൾ പഠിക്കേണ്ടതാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്നയാൾ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വാജ്മലു മിൻക ലം തറഖത്തു ഐനി വഅഫളു മിൻക ലം തലിദിൻ നിസാഉ വാജ്മലു മിൻക ലം തറഖത്തു ഐനി. നബിയെ, അങ്ങേക്കാൾ സുന്ദരനായ, അങ്ങേക്കാൾ മനോഹരനായ, മനോഹാരിതയുള്ള ഭംഗിയുള്ള ഒരാളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നബിയേ. വഅഫ്ളലു മിൻക ലം തലിദിൻ നിസാഉ. ഏതുമ്മ പ്രസവിച്ച കുട്ടിയേക്കാളും ഏറ്റവും ശ്രേഷ്ഠനാണ് നബിയെ നിങ്ങൾ. നിങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇവിടെ പ്രത്യേകത പറഞ്ഞതാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, അവിടുത്തെ ഇവിടെ മുടി അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതും റസൂലുള്ളാഹിന്റെ മുടിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കാര്യം ഉറപ്പിച്ചോളട്ടോ, ഒരു കാര്യം ശ്രദ്ധിച്ചോളട്ടോ, റസൂലുള്ളാഹിന്റെ മുടിയിൽ എത്ര നരച്ചിട്ടുണ്ട്? 20 എണ്ണം. ആ 20 എണ്ണമാണ് നരച്ചിട്ടുള്ളത്. ചില സ്വഹാബികൾ പറയും, ചില സമയത്ത് അത് കാണുമ്പോൾ അതിങ്ങനെ ചുവന്ന കളർ പോലെ, അത് അവിടുന്ന് ഹിന്നാവും കത്തും ഉപയോഗിച്ചതിന്റെ പേരിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ട ആളുകളുമുണ്ട്. എന്തായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അവിടുത്തെ താടിയിൽ അല്ലെങ്കിൽ 20-ൽ കൂടുതൽ നരച്ചിട്ടുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിന്റെ മുടിയുടെ ഭംഗി എന്തായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിന്റെ കൂട്ടത്തിൽ നിന്ന് പറയാം, അവിടുത്തെ മുടി അതിങ്ങനെ ചില സമയത്ത് ഈ ചെവിയുടെ ഭാഗം വരെ നിൽക്കുന്നതാണ്. ചെവിയുടെ താഴെ ഭാഗം വരെ നിൽക്കുന്ന മുടി. ചില സമയത്ത് നബി തങ്ങളുടെ മുടി അത് നീട്ടിയാൽ അവിടുന്ന് ചുമല് വരെ നീട്ടുമായിരുന്നു. നല്ല ഭംഗിയായി 2 ഭാഗത്തേക്ക് നബി തങ്ങൾ വാർന്നു വെക്കുമായിരുന്നു എന്ന് കാണാം. ഒരു ചീർപ്പ് ഉപയോഗിച്ച് അവിടുന്ന് വാർന്നു വെക്കുമായിരുന്നു. അത് ചിലപ്പോൾ നബി തങ്ങൾ പിന്നീടുമായിരുന്നു. ഇതൊക്കെ ഹദീസുകൾ ഞാൻ വായിക്കാൻ, ടെക്സ്റ്റ് വായിക്കാതെ പറഞ്ഞു പോവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അങ്ങനെ ഇവിടം വരെ ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ കൊണ്ടുവന്ന മുടിയുടെ നീളം എത്രയായിരുന്നു? പ്രവാചകന്റെ മുടിയുടെ നീളം 1 മീറ്ററോളം നീളം. അപ്പോൾ അതിനൊരു കഥ ഉണ്ടാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രകാശ കഥ ഉണ്ടാക്കി അതൊരു കഥ ഉണ്ടാക്കി. നബിതങ്ങളുടെ വഫാത്തിന് ശേഷം മുടി വളരും. അപ്പോൾ ഒരു സംശയം വന്നു, അങ്ങനെയാണെങ്കിൽ 1400 കൊല്ലം കൊണ്ട് എത്ര വരെ വളരാം? അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എത്ര വളരുമെന്നാവണം. അപ്പൊ 2 സെന്റിമീറ്റർ വളർന്നു എന്ന് പറഞ്ഞു ഒരാൾ. ഞാനത് പറയണെന്താന്ന് വെച്ചാല്, ഈ സമൂഹം റസൂലുള്ളാഹിനെ പഠിക്കാത്തത് കൊണ്ട് പറ്റിയ അബദ്ധാണ് ഇതൊക്കെ. നബിതങ്ങളുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് പഠിച്ചാൽ വാക്കൊക്കെ എളുപ്പമാണ്. ഈ കൊണ്ടുവരുന്ന ഏതിനങ്ങോട്ട് തട്ടാൻ വേറെ വിഷയൊന്നും വേണ്ട. നബിതങ്ങളുടെ മുടി എങ്ങനെയായിരുന്നു? അവിടുത്തെ താടി കണ്ടാൽ അതിങ്ങനെ തിങ്ങി നിറഞ്ഞ താടിയായിരുന്നു. അവിടെ നുളുവെടുത്താൽ അവിടുത്തെ വെള്ളം ഇങ്ങനെ നെഞ്ചിന്റെ താഴെ വീഴുമായിരുന്നു. അത്രയും സമൃദ്ധമായ താടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ റസൂലുള്ളാഹിനെ പഠിക്കാം. ഞാൻ ചുരുക്കി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വിഷയത്തിലേക്ക് ഒന്നുകൂടി മാത്രം ഒന്ന് ചേർക്കാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാസ്സിലൽ അഹ്സാൻ ദാഇമൽ ഫിക്ര ലൈസത് ലഹു റാഹ لا يتكلم في غير حاجة طويل السكوت يتكلم بجوامع الكلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ആയിരുന്നു പ്രവാചകൻ. അവിടുന്ന് ആവശ്യമില്ലാതെ സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല. ആവശ്യത്തിന്റെ മാത്രമായിരുന്നു പ്രവാചകൻ സംസാരിച്ചിരുന്നത്. സംസാരിക്കുന്നത് പോലും
ആ സംസാരത്തിന്റെ പ്രത്യേകത പോലും കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച വർത്തമാനമായിരുന്നു അവിടുന്ന് പറഞ്ഞിരുന്നത് എന്നാണ്. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആശയങ്ങൾ അടങ്ങി സംസാരിക്കുമ്പോഴും സുക്കൂത്തായിരുന്നു അവർക്ക് പ്രവാചകൻ ഉണ്ടായിരുന്നത്. മാത്രമല്ല എല്ലാവരോടും മൃദുവായ സമീപനം അവിടുത്തെ പ്രത്യേകതയായിരുന്നു എന്നാണ്. ആരോടും ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ഭത്സിക്കാതെ, ആരെയും നാവ് കൊണ്ട് ആക്ഷേപിക്കാതെ, ആരെയും ഉപദ്രവിക്കാതെ, ഒരാൾക്കെതിരെയും ഒരു തരത്തിലുള്ള പരുഷ വർത്തമാനങ്ങളുമില്ലാതെ മൃദുവായി ഏറ്റവും മനോഹരമായി ഏറ്റവും സുഗന്ധത്തോടെ സംസാരിച്ചിരുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് പ്രവാചകനെ ഉപദ്രവിക്കാൻ വന്ന ആളുകളോട് പോലും അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ സംസാരിച്ചയാൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽപ്പെട്ട ആറാബിയായ ഗ്രാമീണനായ ഒരാൾ റസൂലുള്ളാഹിനെ കാണാൻ വന്നു. അപ്പൊ നബിതങ്ങൾ എങ്ങോട്ട് പോകാൻ വേണ്ടി അവിടുത്തെ കുതിരപ്പുറത്തിരിക്കുകയാണ്. അവിടുന്ന് ഇങ്ങനെ ശരീരത്തിൽ ഒരു മേൽമുണ്ടുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരിക്കുമ്പോ ഇദ്ദേഹം പിന്നിൽ നിന്ന് വന്ന് പ്രവാചകന്റെ ആ കഴുത്തിൽ കിടന്ന ആ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു. ആ വലിയുടെ ശക്തി കൊണ്ട് നബിതങ്ങളുടെ കഴുത്ത് നല്ല സുന്ദരമായ വെളുത്ത ഒരു സ്ഫടിക നിർമ്മിതമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള അവിടുത്തെ കഴുത്തിലേക്ക് ഈ വസ്ത്രം ഇങ്ങനെ ശക്തമായി വലിച്ചപ്പോൾ അവിടെ ഇങ്ങനെ ചുവന്ന പാട് വീണു. ആ പിടിച്ചു വലിച്ച ആളോട് നബിതങ്ങൾ അവിടെ ഇരുന്നു. പ്രവാചകന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരാള് പിന്നെന്ന് വിളിച്ചാൽ ഇങ്ങനെ നോക്കൂല നബിതങ്ങള്, ശരീരം ഒന്നാകെ തിരിഞ്ഞിട്ടേ നോക്കുള്ളൂ. അത് വിളിക്കുന്ന ആളെ ബഹുമാനിക്കലാണ്. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും വിളിച്ചാൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കൂല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം ഒന്നാകെ തിരിഞ്ഞു നോക്കുമായിരുന്നു. അങ്ങനെ നബിതങ്ങൾ പൂർണ്ണമായും അയാളിലേക്ക് തിരിഞ്ഞു. അത് കണ്ട ആളുകൾ പറയുന്നത് റസൂലുള്ളാഹിന്റെ മുഖം പുഞ്ചിരി തൂകുന്ന ചുണ്ടുകളോടെ ഒരു ദേഷ്യവുമില്ലാത്ത മുഖത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയത് എന്നാണ്. എന്നിട്ട് ചോദിച്ചു, എന്തേ? അള്ളാഹുവിന്റെ സമ്പത്ത്, അള്ളാഹ് ഏൽപ്പിച്ച സമ്പത്തിൽ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് തരാൻ? സഹായം ചോദിച്ചു വന്ന ആളാ. അപ്പൊ റസൂൽ പുഞ്ചിരിയോടെ പറഞ്ഞു, അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കൂ എന്ന്. സുബ്ഹാനല്ലാഹ്. ഇത്രയും മൃദുലമായി സംസാരിക്കുന്ന, ഇത്രയും മൃദുലമായി പെരുമാറുന്ന ഒരാളാണ് ആര്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന അഹ്സനൻ നാസി ഖൽഖൻ വഖുലുഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായും സ്വഭാവപരമായും ഏറ്റവും ഉന്നതമായിരുന്നു, ഏറ്റവും ഭംഗിയുള്ള ആളായിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി അടുത്ത ഖുതുബയിൽ നമുക്ക് ബാക്കി വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേന്ദ്ര സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടാണ്. എല്ലാവരും അതിലേക്ക് സ്വതക്ക നൽകുക. പാവങ്ങളായ ആളുകളെ സഹായിക്കാൻ, രോഗികളെ ചികിത്സിക്കാൻ, അങ്ങനെ തുടങ്ങുന്ന പാവങ്ങളെ സഹായിക്കാനുള്ള സ്വതക്കയാണ്. നമ്മളെല്ലാവരും അതിലേക്ക് ഏറ്റവും നന്നായി സ്വതക്ക നൽകണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കാൻ ചെയ്യുമാറാവട്ടെ. അന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തുമാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം വലിയ നാളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.